നിങ്ങൾ അവസരങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയാണോ? മക്കളെ, പലരും പറയുന്നൊരു കാര്യമുണ്ട്. എനിക്കൊരു ജോലി കിട്ടുന്നില്ല. ഞാൻ ഒരുപാട് കാലങ്ങളായി ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കൊരു ജോലി കിട്ടുന്നില്ല. അല്ലെങ്കിൽ എനിക്കൊരു ബിസിനസ് തുടങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ പല സാഹചര്യങ്ങളും എനിക്ക് അനുകൂലമല്ല. അതായത് നമ്മൾ അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാതെ സ്വയം അവസരങ്ങൾ സൃഷ്ടിക്കുക. എത്ര നല്ലൊരു കൺസെപ്റ്റാണെന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് എൻ്റെ സ്കൂളിൽ ആ ഒരു ജോലി നഷ്ടപ്പെടുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരുപാട് വാതിലുകൾ മുട്ടി നോക്കി. ഒരു വാതിലും എനിക്ക് വേണ്ടി തുറന്നില്ല. അപ്പം ഞാൻ ചിന്തിച്ചു, ഓക്കേ, എനിക്കെങ്ങനെ ഒരു ഓൺട്രപ്രണർ ആകാം, എനിക്കെങ്ങനെ ഒരു തൊഴിൽദാതാവാം, എനിക്കെങ്ങനെ നിരവധി പേർക്ക് സാലറി കൊടുക്കാം എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ സാഹചര്യങ്ങളെ പഴിച്ചിരിക്കാതെ പുതിയ ഒരു മേഖല കണ്ടെത്തി. ഇതുപോലെ നിങ്ങൾ പരാതി പറഞ്ഞുകൊണ്ടും വിഷമിച്ചുകൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കാനേ പറ്റൂ. പലരും ചോദിക്കാറുണ്ട്, ജോലി മാനിഫെസ്റ്റ് ചെയ്യാൻ എന്താണ് ടീച്ചർമാർ ചെയ്യേണ്ടത്? മക്കളെ, നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല എങ്കിൽ, നിരവധി തവണ ശ്രമിച്ചിട്ടും ജോലി കിട്ടുന്നില്ല എങ്കിൽ, നമ്മുടെ ഫ്രീക്വൻസി ജോലിയുടെ ഫ്രീക്വൻസിക്ക് മാച്ച് ആകുന്നില്ല. ഇന്ന് ടീച്ചർമാർ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന കഥ എന്ന് പറയുന്നത് സോയിച്ചിറോ ഹോണ്ടയുടെ കഥയാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പിസ്റ്റൺ റിങ് ഉണ്ടാക്കുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ചെറുപ്പം മുതലേ തന്നെ മെഷീനറികളോടൊക്കെ വളരെയധികം താല്പര്യമായിരുന്നു. ഇദ്ദേഹം പിസ്റ്റൺ റിങ് ഡിസൈൻ ചെയ്ത് ടൊയോട്ട കമ്പനിക്ക് കൊടുത്തു. ടൊയോട്ട കമ്പനി അത് നോക്കിയിട്ട് അവർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അതിനെ റിജക്റ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹം ഇതിൽ കൂടുതൽ ഗവേഷണം ചെയ്തു. എനിക്ക് എങ്ങനെ ഈ പ്രോഡക്റ്റിനെ കൂടുതൽ ഇംപ്രൂവൈസ് ചെയ്യാം. അങ്ങനെ അദ്ദേഹം നിരന്തരം വർക്ക് ചെയ്ത് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ടാക്കി വീണ്ടും ടൊയോട്ട കമ്പനിക്ക് കൊടുത്തു. അങ്ങനെ ആ കമ്പനി അതിനെ സ്വീകരിച്ചു. അത് നല്ലൊരു പ്രൊഡക്റ്റാണ് എന്ന് പറഞ്ഞ് സ്വീകരിച്ചു. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, സെക്കൻഡ് വേൾഡ് വാർ ആ സമയത്താണ് പൊട്ടിപ്പുറപ്പെടുന്നത്. ആ ഒരു സമയത്ത് ജപ്പാനിൽ വളരെയധികം നാശനഷ്ടങ്ങൾ സംഭവിച്ചു. പല കമ്പനികളും താറുമാറായ അവസ്ഥയിലായി. അങ്ങനെ അദ്ദേഹം എങ്ങനെയെങ്കിലും ഒന്ന് കയറി മുന്നോട്ടേക്ക് വരാമെന്ന് ശ്രമിച്ചപ്പോൾ അവിടെ ജപ്പാനിൽ ഭൂമികുലുക്കം ഉണ്ടായി. ഉള്ളതും കൂടെ പോയി കിട്ടി. ആ സമയം അദ്ദേഹം മനസ്സുകൊണ്ട് തകർന്നില്ല. ഇനിയിപ്പം എന്ത് ചെയ്യാം എന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ അദ്ദേഹം നോക്കുമ്പോഴാണ് ജപ്പാനിൽ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം യാത്ര എന്ന് പറയുന്നത് വളരെയധികം ആളുകൾക്ക് സഞ്ചരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായി തീർന്നു. കാര്യം എല്ലാവർക്കും കാർ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ആകെ ഉണ്ടായിരുന്നു സൈക്കിളാണ്. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, എന്തുകൊണ്ട് സൈക്കിളിൽ ഘടിപ്പിക്കാവുന്ന ചെറിയ എഞ്ചിനുകൾ സൃഷ്ടിച്ചുകൂടാ? അങ്ങനെ അദ്ദേഹം ആ ഒരു അവസരത്തെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തു. അവിടെ നിന്ന് സൈക്കിളിൽ ഘടിപ്പിക്കാവുന്ന ചെറിയ എൻജിൻ ഡിസൈൻ ചെയ്തു. അത് അപ്ലൈ ചെയ്തപ്പോൾ ശരിക്കും ഒരുപാട് പേർക്ക് യാത്രാ സൗകര്യം എളുപ്പമായി. അങ്ങനെ സൈക്കിളിൽ നിന്ന് പിന്നെ സ്കൂട്ടറുകളിലേക്കും ബൈക്കുകളിലേക്കും വന്നു. വളരെ വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. അതായത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മോട്ടോർ വെഹിക്കിൾ കമ്പനികളിൽ ഒന്നാണ് ഹോണ്ട എന്ന് പറയുന്നത്. മക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അദ്ദേഹം ഇങ്ങനെ എന്നെ തേടി അവസരം വരും, ആരെങ്കിലും എന്നെ വന്ന് രക്ഷിക്കും, എനിക്ക് ആരെങ്കിലും ഒരു ജോലി കൊണ്ടുതരും, അല്ലെങ്കിൽ ആരെങ്കിലും എനിക്കൊരു ബിസിനസ് ഐഡിയ കൊണ്ടുതരും, ആരെങ്കിലും സഹായിക്കുന്ന രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് പോട്ട് എന്ന് പറഞ്ഞിരുന്നില്ല. അടുത്ത അവസരങ്ങളെ തേടി ഇറങ്ങി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വിജയിക്കാൻ പറ്റിയത്. നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നില്ല എങ്കിൽ ആ ജോലി കിട്ടുന്നിടം വരെ പ്രയത്നിക്കുക. ജോലി കിട്ടാതിരിക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ആ ഒരു ഫ്രീക്വൻസി വളരെ ലോ ആയിരിക്കും. നെഗറ്റിവിറ്റിയുടെ ചെളിക്കുണ്ടിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീക്വൻസി തലം വളരെ ലോ ആണ്. ആ നെഗറ്റിവിറ്റിയിൽ നിന്ന് നമ്മൾ പോസിറ്റിവിറ്റിയിലേക്ക് വരണം. നല്ല ചിന്തകളിലേക്ക് നമ്മൾ വരണം. നമ്മൾ മൈൻഡ് പവർ എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ മനസ്സിൻ്റെ അനന്തമായിട്ടുള്ള ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കി അതിന് വേണ്ടുന്ന പ്രാക്ടീസുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ സിൽവർ ക്ലാസ്സിൽ പങ്കെടുത്ത സ്റ്റുഡൻസ് പറയുന്നത് കേട്ടില്ലേ, ടീച്ചർമാ ജോലി മാനിഫെസ്റ്റായി, സാലറി ഹൈക്ക് കിട്ടി. എത്രയോ പേരാണ് പുതിയ ബിസിനസ് സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ഏറ്റവും സൂപ്പർ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ പ്ലാറ്റിനത്തിലെ ടീച്ചർമാർ 1 crore ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് പ്ലാറ്റിനത്തിൽ 1 വർഷം കൊണ്ട് 1 കോടി രൂപ അച്ചീവ് ചെയ്യുക. പുഷ്പം പോലെ സ്റ്റുഡൻസ് അത് അച്ചീവ് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പ്ലാറ്റിനത്തിന് അടയ്ക്കുന്ന ഫീസിൻ്റെയൊക്കെ 100 ഇരട്ടി അവർ ഇപ്പം തന്നെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ടീച്ചർമാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആരെങ്കിലും വന്ന് എന്നെ രക്ഷിക്കും, ആരെങ്കിലും വന്ന് എന്നെ കൈപിടിച്ച് ഉയർത്തും, ആരെങ്കിലും ഒരു ബിസിനസ് ഐഡിയ തരും എന്നും പറഞ്ഞ് നോക്കിയിരുന്ന് അവിടെ ഇരിക്കാനേ പറ്റൂ.
പലരും പഴി പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അയ്യോ, എന്നെ ഒരു പാവപ്പെട്ടവൻ്റെ കൂടെ കെട്ടിച്ചു വിട്ടു, അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ ഉയരാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും വളരെ പാവപ്പെട്ടവരായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഉയരാൻ പറ്റാത്തത്. മക്കളെ, എൻ്റെ അച്ഛൻ ഒരു വളരെ പാവപ്പെട്ട ഓട്ടോ ഡ്രൈവറായിരുന്നു, അമ്മ തയ്യൽ തൊഴിലാളിയായിരുന്നു, ഒരുപാട് കഷ്ടത നിറഞ്ഞ കുടുംബമായിരുന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ വിജയിക്കണമെന്നുള്ള അതിതീവ്രമായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു കോച്ചിങ് രംഗത്തേക്കൊക്കെ എത്തിയത്. അതുപോലെ എൻ്റെ മക്കൾ കരഞ്ഞുകൊണ്ടിരിക്കാതെ ആക്ഷൻ എടുത്ത് തീരുമാനിക്കുക. ഇന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് തീരുമാനിച്ച് ഈ നിമിഷം തന്നെ ആക്ഷൻ എടുത്ത് ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, ലവ് യു.